കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ മുണ്ടക്കൈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. രക്ഷാദൗത്യത്തിന്റെ നാലാം നാളായ ഇന്ന് ദുരന്ത ഭൂമിയിൽ നിന്നും റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, രക്ഷാദൗത്യം ഇപ്പോൾ നാലാം ദിവസമായിരിക്കുകയാണ്. ഇന്നത്തെ രക്ഷാദൗത്യം എങ്ങനെയൊക്കെയാണ് ഏകോപിപ്പിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒരു രക്ഷാദൗത്യമാണ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നത്. കാരണം ഇത്രയും ദിവസമെല്ലാം തന്നെ പല പ്രതിബന്ധങ്ങളും തടസ്സമായി നിന്നിരുന്നു. എന്നാൽ അതായത് ഇന്നലെ ബെയിലി പാലം സന്ധ്യയോടുകൂടി തുറക്കാൻ സാധിച്ചതോടെ ഇനി ഒരു സജീവമായ തിരച്ചിൽ പ്രക്രിയയിലേക്കാണ് ഇന്ന് രക്ഷാപ്രവർത്തകർ പോകുന്നത്. ഇപ്പോൾ സൈന്യവും രക്ഷാപ്രവർത്തകരും മുണ്ടക്കൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ആംബുലൻസുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ആംബുലൻസുകളിൽ ചിലത് ഇവിടെ വന്നിട്ടുണ്ട്. ഹിറ്റാച്ചി, JCB, ഒപ്പം മറ്റ് യന്ത്രസാമഗ്രികൾ, മണ്ണ് മാന്താൻ ഉപയോഗിക്കുന്ന മറ്റ് യന്ത്രസാമഗ്രികൾ, ടിപ്പറുകൾ, ട്രക്കുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഗതാഗതം ക്രമീകരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത വാഹനങ്ങളൊന്നും തന്നെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. കൃത്യമായി തന്നെ, അതായത് ഇന്നലെയെല്ലാം കടത്തിവിട്ടതിന്റെ കുറെ ദൂരെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയിടേണ്ടുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. കാരണം അത് ഈ രക്ഷാദൗത്യം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ്. ഇന്ന് 40 ടീമുകൾ 6 സെക്ടറുകളായി തിരിഞ്ഞാണ് ഇന്ന് ഈ രക്ഷാദൗത്യം നടത്തുന്നത്. അതായത് 6 ഇടങ്ങളിലാണ്. അതിൽ തന്നെ ഓരോ ടീമിലും 3 നാട്ടുകാരും ഓരോ വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും. അതായത് ആ സോണുകൾ, ഈ 6 സോണുകൾ എന്ന് പറയുന്നത് അട്ടമലയും ആറന്മുളയും ചേർന്നതാണ് ഒരു സോൺ. മുണ്ടക്കൈ രണ്ടാമത്തെ സോണാണ്. അങ്ങനെ പുഞ്ചിരിമട്ടം മൂന്നാമത്തെ സോണാണ്. വെള്ളാർമല വില്ലേജ് റോഡാണ് 4ാമത്തെ സോൺ. GVHSS വെള്ളാർമലയാണ് 5ാമത്തെ സോൺ. പുഴയുടെ അടിവാരത്തും ഇന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട്. അത് 6ാമത്തെ സോണാണ്. അതിൽ തന്നെ NDRF ഉണ്ട്. അതിന് എടുത്തു പറയേണ്ട അത് സൈന്യമുണ്ട്. സൈന്യം ആണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു പങ്ക് നിർവഹിക്കുന്നത്. NDRF ഉണ്ട്, DSG ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവി ഉണ്ട്, MEG ഉണ്ട്. അങ്ങനെയുള്ള ഒരു സംയുക്ത സംഘമാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ടീമിൽ 3 നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും എന്നുള്ളതാണ്. കൂടാതെ ഇതിനു പുറമെ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിൽ ഇന്ന് തെരച്ചിൽ നടക്കും. ഇന്നലെയെല്ലാം തന്നെ ചാലിയാർ പുഴയുടെ തീരത്ത് വ്യാപകമായ തെരച്ചിലാണ് നടന്നത്. ഇതിനെല്ലാം തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനാണ് അവിടെ മലപ്പുറത്ത് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് ഏകോപനം നൽകുന്നത്. 40 കിലോമീറ്റർ ദൂരം വരുന്ന ചാലിയാറിന്റെ പരിധിയിൽ 8 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. അതിന്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൂടാതെ ഇന്ന് പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി ഈ ചാലിയാറിന്റെ തീരങ്ങളിൽ അവിടെ ഒരു സമാന്തര തെരച്ചിലും നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്, നേവി, വനം വകുപ്പ് എന്നിവർ ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളും കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ ഒരു വിപുലമായ ഒരു തെരച്ചിൽ പ്രക്രിയയിലേക്കാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 6 സോണുകളായി തിരിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് പൂർണ്ണമായും നടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്നലെ പൂർത്തിയായതോടുകൂടി ഇന്ന് കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം തന്നെയല്ലേ അവിടെ നടക്കുക? തീർച്ചയായും. കാരണം ഇന്ന് കൂടുതൽ യന്ത്ര സജ്ജീകരണങ്ങൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ബെയിലി പാലത്തിലൂടെ JCB പോലുള്ള വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നുണ്ട്. ഒപ്പം കൂടുതൽ സൈനികർ എത്തുന്നുണ്ട്. ഒരു 8 മണിയോട് കൂടി തന്നെ കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുമെന്നുള്ളതാണ്. കൂടാതെ ഈ മുണ്ടക്കൈയിലേക്ക്, അതായത് ബെയിലി പാലം കടന്ന് ഇന്ന് മുണ്ടക്കൈയിലേക്ക് 25 ആംബുലൻസുകൾ കടത്തിവിടും. അങ്ങനെ ഓരോ ദിവസവും 25 ആംബുലൻസുകൾ വീതമാണ് കടത്തിവിടുക. ഈ മണ്ണിനടിയിൽ നിരവധി പേർ പൊതിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് വിവരം. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയും 266 പേരെ കണ്ടെത്തേണ്ടതുണ്ട്. 266 പേരെ കാണാതായതുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മറ്റെവിടെയെങ്കിലും ഒക്കെ ജീവനോടുകൂടി ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. 25 ആംബുലൻസുകൾ ഈ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിലാണ് പാർക്ക് ചെയ്യുക. അവിടെ നിന്നായിരിക്കും ഈ ബെയിലി പാലം കടന്ന്
പിന്നീട് മുണ്ടക്കയിലേക്ക് ആംബുലൻസുകൾ പോവുക. ചില ആംബുലൻസുകൾ ഇവിടെ ചൂരൽമലയിൽ ബെയിലി പാലത്തിന്റെ പരിസരങ്ങളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റു കൂടുതൽ ആംബുലൻസുകളും വരും. അത് പോലീസാണ് അതിന്റെ ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ആംബുലൻസിലും ജില്ലാ കലക്ടർ മേഘശ്രീ പ്രത്യേക പാസും നൽകിയിട്ടുണ്ട്. മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഒരു ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ വരുന്നു എന്നുള്ളതാണ്. അത് നാളെ എത്തും, ഇന്നില്ല, നാളെയാണ് അത് എത്തുക. നിലവിൽ 3 സ്നിഫർ നായകളും ഒപ്പം തന്നെ 3 കെഡാവർ നായകൾ. 3 സ്നിഫർ നായകൾ എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെതാണ്. 3 കെഡാവർ നായകൾ എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെതാണ്. അങ്ങനെയുള്ള 6 നായകളാണ് തിരച്ചിലിൽ നിലവിൽ സഹായിക്കുന്നത്. അങ്ങനെ അതിനു പുറമെ തമിഴ്നാട് പോലീസിന്റെ 4 കെഡാവർ നായകൾ കൂടി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കൂടാതെ കട്ടിംഗ് മെഷീൻ, JCB, ഹിറ്റാച്ചി തുടങ്ങിയവയെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. മന്ത്രിസഭ ഉപസമിതി വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉണ്ട്, റവന്യൂ മന്ത്രി K രാജനുണ്ട്, വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുണ്ട്, വയനാടിന്റെ ചുമതലയുള്ള OR കേളു മന്ത്രിയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ വളരെ സജീവമായിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞ് കൂടുതൽ ആ പ്രതികൂല കാലാവസ്ഥ രൂക്ഷമായതോടുകൂടി അട്ടമലയിലും പുഞ്ചിരിമട്ടത്തുമുണ്ടായിരുന്ന രക്ഷാദൗത്യത്തിലെ ആളുകളെ താഴേക്കിറങ്ങാൻ സൈന്യം നിർബന്ധിച്ചു. അവരോട് തിരികെ, കാരണം അവരുടെ ജീവൻ വലിയ പ്രാധാന്യമുള്ളതാണ്. പുഞ്ചിരിമട്ടത്ത് ഇപ്പോഴും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തികഞ്ഞ ജാഗ്രത അനിവാര്യമാണ്. ഇന്ന് പോലീസുകാർ പോലും നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് അവർ ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ നമ്മളോടൊരു സ്നേഹത്തോടു കൂടി പോലീസുകാർ പറയുകയാണ്. കാരണം നമ്മുടെ എല്ലാം ജീവൻ അത് സുരക്ഷിതമാക്കുക എന്ന വലിയ ദൗത്യമാണ്. സ്വജീവൻ പോലും ബലിയർപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇന്ത്യൻ ആർമിയും NDRF-ഉം ഒപ്പം പോലീസും നേവിയും അടങ്ങുന്ന വലിയ ഉദ്യോഗസ്ഥ സംഘവും ഈ അധികൃതരും തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ജാഗ്രത കൂടി അനിവാര്യമായ ഒരു ഘട്ടം തന്നെയാണ്. ഇന്നിപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട്. പക്ഷേ എത്ര നേരം ഈ ഒരു കാലാവസ്ഥ നിലനിൽക്കും എന്ന് അറിയാത്ത സ്ഥിതിയാണ്.